സഹായം തേടിയെത്തുന്നവരെ നിരാശയോടെ മടക്കി അയക്കാത്ത പാരമ്പര്യം ഉള്ളവരാണ് നാം. തന്നാൽ ആവുന്നത് ചെയ്തു നൽകി സഹായം അഭ്യർത്ഥിച്ചവരെ സന്തോഷിപ്പിച്ചയക്കുന്ന ഭാരതീയ പൈതൃകം അനുദിനം കൂടുതൽ സമ്പന്നമാകുന്നു. സഹായം തേടിയെത്തുന്ന രാജ്യങ്ങളെ പോലും വലിപ്പ ചെറുപ്പം നോക്കാതെ ഇന്ത്യ അന്നും ഇന്നും സഹായിക്കാറുണ്ട്. അങ്ങനെ ഇന്ത്യ കൈമേയ് മറന്ന് സഹായിക്കുന്ന രാജ്യമാണ് നേപ്പാൾ. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് നമ്മുടെ രാജ്യത്തോളം മറ്റാർക്കാണ് അറിയുക? അതുകൊണ്ട് തന്നെ അത്യാധുനിക സ്കൂൾ നേപ്പാളിന് നിർമ്മിച്ചു നൽകാൻ ഇന്ത്യക്ക് പുനരാലോചിക്കേണ്ടി വന്നില്ല. ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച 2 സ്കൂളുകൾ നേപ്പാളിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഡാംഗിലെ ലമാഹി മുനിസിപ്പാലിറ്റിയിൽ 17.60 ദശലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ശ്രീ ബാല ജനത സെക്കൻഡറി സ്കൂളും ഡാംഗിലെ തന്നെ ഘോരരഹി സബ് മെട്രോപൊളിറ്റൻ സിറ്റിയിൽ 28.70 ദശലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ശ്രീ പത്മോദയ പബ്ലിക് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഹൈ ഇമ്പാക്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ നേപ്പാളും ഇന്ത്യയും ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമാണ് ഈ 2 പദ്ധതികളും. 2003 നേപ്പാളിൽ ഇത്തരത്തിലുള്ള 551 പദ്ധതികളാണ് ഇന്ത്യൻ സർക്കാർ ഏറ്റെടുത്തത്. ഇതിൽ 490 എണ്ണവും ഇതിനോടകം തന്നെ പൂർത്തിയായി. ലുംബിനി പ്രവിശ്യയിൽ 61 പദ്ധതികളും ഡാംഗിലെ 6 പദ്ധതികളും ഇതിൽ ഉൾപ്പെടും. ഇതിനു പുറമെ ഇന്ത്യ 1009 ആംബുലൻസുകളും 300 സ്കൂൾ ബസ്സുകളും നേപ്പാളിലെ വിവിധ സ്ഥാപനങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. അയൽക്കാർ ആദ്യമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയത്തിന്റെ ഭാഗമായിട്ടാണ് നേപ്പാളിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങളിൽ ഇന്ത്യ പങ്കാളിയായത്. ഇന്ത്യയും നേപ്പാളും അടുത്ത ബന്ധമാണ് പുലർത്തുന്നതെന്നും നേപ്പാൾ ജനതയുടെ ഉന്നമനത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്നു. നേപ്പാളിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. വിനോദസഞ്ചാരം വഴി നേപ്പാളിന് ലഭിക്കുന്ന വരുമാനത്തിലധികവും ഇന്ത്യക്കാർ നൽകുന്നതാണ്. മറ്റേത് രാജ്യങ്ങളെ പോലെ തന്നെ അല്പസ്വല്പം അതിർത്തി പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ത്യയെ സഹോദര രാജ്യമായി തന്നെയാണ് നേപ്പാൾ അന്നും ഇന്നും കണക്കാക്കുന്നത്. ഇന്ത്യയാകട്ടെ മൂത്ത ജ്യേഷ്ഠനെ പോലെ നേപ്പാളിന്റെ വളർച്ചയ്ക്ക് താങ്ങും തണലുമാവുന്നു.